ഞങ്ങൾ അനസിന്റെ പ്രസംഗം കേട്ടോ, മുജാഹിദിന്റെ പ്രസംഗം കേട്ടോ, രണ്ടാളും അടിക്കുന്നത് കണ്ടോ, തമ്മിൽ തല്ലുന്നത് കണ്ടോ, അതൊക്കെ നിർത്തിക്കാളാ. ആ കാലൊക്കെ കഴിഞ്ഞു. തൗഹീദ് ശരിക്ക് ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആത്മാർത്ഥമായി തൗഹീദ് ചർച്ച ചെയ്യാനാണോ ആവശ്യം, അത് ചർച്ച ചെയ്തോളൂ. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാ, നിങ്ങൾക്ക് ഇടാനുള്ള ക്ലിപ്പൊക്കെ ഇടുക, എന്നിട്ട് ഞങ്ങളൊന്നും മിണ്ടാൻ പാടില്ല എന്ന് പറയാ. അത് നടക്കൂല. അത് അവസാനിച്ചില്ല. ഇനി ഒന്നുകൂടി കേട്ടോ, അതിന്റെ ബാക്കി ഭാഗം. അഗത്തി തൻവീറുൽ ഇസ്ലാം മദ്രസ സമുച്ചയത്തിന് വേണ്ടി തർക്കം തുടങ്ങിയത് 99 നവംബർ മുതൽക്കാണ്. പ്രധാനമായും 4 മദ്രസകളാണ് ഈ കൊച്ചു ദ്വീപിലുള്ളത്. പാവപ്പെട്ടവന്റെ ചോര നീരാക്കി കെട്ടിപ്പടുത്ത സമ്പാദ്യം. അതിനുവേണ്ടി നീതിപീഠത്തിന് മുമ്പിൽ വാദങ്ങൾ ഒരുപാട് നടന്നു. വിജയം സത്യത്തിനായിരുന്നു. ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും അമ്പേ പരാജയപ്പെട്ടതാണ് കാന്ത വിഭാഗം. ഇന്നേ വരെ ഒരു ജഡ്ജ്മെന്റും ഈ ചെകുത്താന്മാർക്ക് അനുകൂലമായില്ല. അങ്ങനെയാണ് അവർ അരിശം തീർക്കാൻ ഗുണ്ടായിസത്തിന്റെ പാത തേടിയത്. ഒരുപാട് തവണ ആവർത്തിച്ചതിന്റെ ബാക്കിയാണ് ഇവിടെ വീണ്ടും നടന്നത്. പുറം ലോകമറിയാതെ ക്രൂരതകൾ ഉഗ്രരൂപം പ്രാപിച്ചത് സുന്നി അഫ്കാർ 2002 ജൂലൈ 31. കുറച്ചുകൂടി കേട്ടോ, 2002 മെയ് 18 ശനിയാഴ്ച കാലത്ത് 7:30 300ഓളം വരുന്ന വിഘടിതർ, സുന്നത്ത് ജമാഅത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്നവർ മദ്രസയിൽ വന്ന് കല്ലേറ് നടത്തി. ബെഞ്ചും ഡെസ്കും കസേരയും മറ്റു ഫർണിച്ചറുകളും അടിച്ചു തകർത്തു. പിഞ്ചോമന മക്കളെ മദ്രസയിൽ നിന്ന് അടിച്ചോടിച്ചു. പിഞ്ചു കുട്ടികൾ ആർത്തലച്ചോടി. തുടർന്ന് കാന്തക്കോമരങ്ങൾ മാരകായുധങ്ങളുമായി നിരത്തിലൂടെ പ്രകോപന മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രകടനം നടത്തി. ബാക്കി കൂടി കേട്ടോളൂ. വിഷയത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ചരിത്രം ഇങ്ങനെ. കാബാലിക സംഘം പിന്നീട് ചെന്നത് മദ്രസക്ക് മുമ്പിലുള്ള ഹംസ എന്ന സമസ്ത അനുഭാവിയുടെ വീട്ടിലേക്കാണ്. വിഘടിത മൂർത്തികളുടെ താണ്ഡവത്തിന്റെ മൂർത്തരൂപമായിരുന്നു അവിടെ കണ്ടത്. പാറയും മഴവും ഉപയോഗിച്ച് വീട് പൂർണ്ണമായും തകർത്തു. വെയിലിനോടും മഴയോടും മല്ലടിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീട് തരിപ്പണമാക്കി. കാബാലിക വർഗത്തിന്റെ കരളലിയിപ്പിക്കാൻ വീട്ടിൽ നിന്നുയർന്ന കരച്ചിലുകൾക്ക് സാധിച്ചില്ല. പൂർണ്ണമായും തകർത്ത ശേഷമേ ആ ചെകുത്താന്മാർ ഇവിടെ നിന്നും പോയുള്ളൂ. ഇതാണ് സ്നേഹം. വല്ലാത്ത സ്നേഹമായി പോയി. ഇനി മിണ്ടരുത് നിങ്ങള്. ഇതൊക്കെ ഒരു ചെറിയൊരു ടെസ്റ്റ് ഡോസ് എന്നൊക്കെ പറയില്ലേ, മാലപ്പടക്കം വേറെ വരും ആവശ്യമാണെങ്കിൽ. അതല്ല നമ്മുടെ ചർച്ചാ വിഷയം. അനസിന്റെ ക്ലിപ്പും മുജാഹിദിന്റെ ക്ലിപ്പും അതൊക്കെ പറഞ്ഞിട്ട് ഓരോ ക്ലിപ്പുകളുമായിട്ട് വന്നാൽ ഇതിനേക്കാൾ വലുതും ചിലപ്പോൾ കേൾക്കേണ്ടി വരും. ഉള്ളത് നിങ്ങൾ എഴുതി വെച്ചത് വായിക്കേണ്ടി വരും. വായിപ്പിക്കരുത്. മാന്യമായ ടീക്കക്കാരൊരു നാട്ടിൽ ജീവിച്ചോട്ടെ, അവർ നിങ്ങൾ ശല്യപ്പെടുത്താൻ പോകണ്ട. അപ്പൊ ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. പിന്നെ മൂപ്പര് പറഞ്ഞ എന്താ, ഞാൻ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് മൂപ്പര് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ ഞങ്ങൾ പറഞ്ഞത്? ജനങ്ങളെ കാഫിറാക്കുന്നു. ഞങ്ങൾ ആരും കാഫിറാക്കുന്നില്ല. നമ്മൾ ആരും മുശ്രിക്കും ആക്കണില്ല. സഹോദര, ഇന്ന പണി ചെയ്താൽ അത് ശിർക്കാണ് കേട്ടോ. അള്ളാഹ് പറഞ്ഞതാണ്. കള്ളു കുടിക്കുന്ന ഒരാളോട് എടാ നീ കള്ളു കുടിക്കല്ലേ തെറ്റാന്ന് പറഞ്ഞാൽ ഇന്ന കള്ളു കുടിയനാക്കിയെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഡോക്ടർ പറയാം രോഗിയോട് നിങ്ങൾക്ക് ക്യാൻസർ പിടിച്ചിട്ടുണ്ട്, എന്നെ ക്യാൻസർ രോഗിയാക്കി എന്ന് പറഞ്ഞ് പ്രസംഗിക്കുക അല്ല. അതിനുള്ള പരിഹാരം തേടണം, അത് ഉൾക്കൊള്ളണം. എന്നിട്ട് ആ ക്യാൻസറിൽ നിന്ന് മുക്തമാകാനുള്ള മാർഗങ്ങൾ അവൻ അന്വേഷിക്കണം. അത്രയുള്ള ആ വിഷയത്തിൽ സമൂഹം ശിർക്കാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് കാഫിറാക്കലല്ല. അങ്ങനെ ഒരാളെയും ഇന്ന ആള് കാഫിർ, ഇന്ന ആള് മുശ്രിക് എന്ന് പറഞ്ഞ് ഏർപ്പാട് നമുക്കില്ല. എന്നാൽ അങ്ങനെ ആക്കിയത് ആരാ? ഈ.കെ. കഫറ. ആരാ പറഞ്ഞത്? ഈ.കെ. കഫറ കാഫിറായി. ആര് പറഞ്ഞു? ആ പേരിപ്പ ഞാൻ പറയുന്നില്ല, ആവശ്യമാണ് ഞങ്ങൾക്ക് പിന്നെ പറയാം. KV കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ ഖുർആൻ പരിഭാഷ എഴുതിയപ്പോ, മലയാളത്തിൽ എഴുതിയപ്പോ അന്ന് സമസ്ത മുഷാവറ എന്താ ഫത്വ പുറപ്പെടുപ്പിച്ചത്? KV മുഹമ്മദ് മുസ്ലിയാർ ഖുർആൻ പരിഭാഷപ്പെടുത്തിയ വകയിൽ കാഫിറും മുർത്തദ്ദുമായിരിക്കുന്നു എന്ന് അന്നത്തെ സമസ്ത ഫത്വ പുറപ്പെടുവിച്ചു. ആരാ കാഫിറാക്കിയത്? മാത്രമല്ല, ഒന്നുകൂടി കേട്ടോ, ഇതുമായി ഈ പറഞ്ഞ ദ്വീപിലുണ്ടായ സംഭവത്തിൽ തന്നെ ഒരു വിഷയം വരുന്നുണ്ട്. അതുകൂടി കേട്ടോളൂ. പിന്നീട് ഈ കശ്മലക്കൂട്ടം ചെന്നത് ശംസുൽ ഉലമയുടെ നാമധേയത്തിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കോംപ്ലക്സിന്റെ താൽക്കാലിക ഷെഡിലേക്കാണ്. 5 മിനിറ്റ് അവർക്കത് നിലംപരിശാക്കാൻ വേണ്ടി വന്നുള്ളൂ. അതോടെ യുദ്ധം കഴിഞ്ഞ രണഭൂമി പോലെയായി കഴിഞ്ഞിരുന്നു ആ മഹൽ സ്ഥാപനം. പിന്നീട് അവിടെ കാണാനായത് പൊളിഞ്ഞ അലമാരകളും പിച്ചുചീന്തപ്പെട്ട മുസ്ഹഫുകളും തകർക്കപ്പെട്ട ഫർണിച്ചറുകളുമാണ്. ഈ സ്ഥാപനം നിലവിൽ വന്നിട്ട് 6 വർഷം കഴിഞ്ഞു. പ്രസ്തുത സ്ഥാപനത്തിൽ 120ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്.
സ്ഥാപനം പൂർണ്ണമായും നശിപ്പിച്ച അക്രമികൾ, ഇനി കേട്ടോ, സ്ഥാപനം പൂർണ്ണമായും നശിപ്പിച്ച അക്രമികൾ പിന്നീട് ചെന്നത് ശംസുൽ ഉലമയുടെ പേരെഴുതിയ നെയിം ബോർഡ് ആളിക്കത്തുന്ന തീയിലേക്കിട്ടു. ശംസുൽ ഉലമന്റെ പേരെഴുതിയ ബോർഡുണ്ട് അവിടെ, അതെടുത്തിട്ട് അവിടെ ആളിക്കത്തുന്ന തീയിലേക്കിട്ടു ഈ വിഭാഗം ആളുകള്. എന്നിട്ടോ എന്താണ് അവർ പറഞ്ഞത്? ഈ കാഫിറിനെ ഇവിടെ വേണ്ട എന്നായിരുന്നു അപ്പോൾ അവർ ആഘോഷിച്ചു കൊണ്ടിരുന്നത്. ആരാ കാഫിറാക്കിയത്? ഞങ്ങൾ കാഫിറാക്കിയില്ലേ. ഇത് 3 ഇപ്പം ഞാൻ പറയുന്നുള്ളൂ, 30 കൊണ്ടുവരും. ഒരാളിവിടെ കാഫിറാക്കുന്നില്ല. ചെയ്യുന്ന പണി ശിർക്കാണെങ്കിൽ അത് ശിർക്കാണെന്ന് ഏത് വലിയവരോടും പറയും. അതിനാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ലല്ലോ. മിണ്ടാൻ നടക്കുന്ന എത്ര ആൾക്കാരുണ്ട്. ഇപ്പൊ ചിലർക്ക് മിണ്ടാമണ്ടായി വയ്യാണ്ടായപ്പോ ഓരും പോയില്ല തിന്ന്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ വിഷയമല്ല. ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ലക്ഷ്യമാണ്. അതാരും വെറുപ്പിക്കാനല്ല സഹോദരന്മാരെ. ഈ തൗഹീദും ശിർക്കും മനസ്സിലാക്കാതെ മരിച്ചു പോയാൽ അവനവന്റെ പരലോകമാണ് അപകടത്തിലേക്ക് എത്താൻ പോകുന്നത്. പിന്നെ മൂപ്പര് പറഞ്ഞെന്താണെന്നറിയോ? കുറച്ച് ക്ലിപ്പുകളിൽ കുറച്ച് തട്ടിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയാ, തങ്ങൾ എന്ന നിലക്ക് നിങ്ങൾ ചെയ്യരുതായിരുന്നു. ആ തങ്ങൾ എന്ന നിലക്ക് നിങ്ങൾ പാലിക്കേണ്ടുന്ന ചില മാന്യതയുടെ വഴികളുണ്ടായിരുന്നു. അത് നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല. എന്താ വിഷയം എന്നറിയോ? സുഹൈർ ചുങ്കത്തറ എന്ന് പറയുന്ന മൗലവി മൂസാ നബിയല്ല മൂസാക്കയാണ് എന്ന് പറഞ്ഞു. ഈ ക്ലിപ്പുകളുടെ എല്ലാം പൂർണ്ണ രൂപം സഹോദരന്മാർ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കത് ഇൻഷാ അല്ലാഹ് അത് കിട്ടുകയും ചെയ്യും. ഇദ്ദേഹം കാണിച്ച തട്ടിപ്പുകൾ അത് മുറിച്ചിട്ട് തന്നെ. അപ്പൊ അപ്പുറത്തുപ്പുറത്തുള്ളതൊന്നും ഇല്ലേ? മുഹമ്മദ് മൂസാ നബി ആയിരുന്നില്ല, അത് മൂസാക്കയാണ്. എന്താ സംഭവം എന്നറിയോ? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയാം. ചരിത്രം ഇങ്ങനെ പറഞ്ഞു വരുമ്പോ മൂസാ നബി ഞാൻ നബിയാന്ന് പറഞ്ഞിട്ട് സമൂഹത്തിലേക്ക് പോയതല്ല, മറിച്ച് അള്ളാഹ് നിയോഗിക്കുകയാണ് നബിയാന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി ആദ്യം എവിടെയായിരുന്നു? ഇതാ ഇന്ന നാട്ടിൽ മദിയനിൽ താമസിച്ചു. അവിടുന്ന് കല്യാണം കഴിച്ചു, കുട്ടികളുമായിട്ട് ഭാര്യയുമായിട്ട് വരികയാണ്. അപ്പോൾ ഒരു വെളിച്ചം കണ്ടു. ആ വെളിച്ചത്തിന് അടുത്തിലേക്ക് ചെന്നു. അന്ന് ചെന്നപ്പോൾ മൂസാ നബിയല്ല, അന്ന് മൂസാക്കയാണ്. അതാ സംഗതി. ഇന്നാലും അങ്ങനെയും പറയാൻ പറ്റൂല. ഞങ്ങൾക്ക് ആ വിശ്വാസമൊന്നുമില്ല. അതും ഒരു ബഹുമാനത്തിന് എതിരെ തന്നെ. അതിനാർക്കും അഭിപ്രായ വ്യത്യാസമല്ല. മൂസാക്കയാണെന്ന് പറയണത് ശരിയൊന്നുമല്ല. പക്ഷെ മൂസാ നബി അല്ല, വെറും മൂസാക്കയാണ് എന്ന് തെളിയിക്കാനും സമർത്ഥിക്കാനുമാണ് തങ്ങൾ ഇവിടെ ശ്രമിച്ചത്. ആ ശ്രമം ശരിയല്ല മുസ്ലിയാരെ. പിന്നെ KV അബ്ദുൽ ലത്തീഫ് മൗലവിന്റെ ഒരു ക്ലിപ്പിട്ടു. അതിവിടെ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് ആരോപണം വരുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? മുഹമ്മദ് നബിനെ കുറിച്ച് ദജ്ജാൽ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അതിന്റെ ബാക്കിയൊന്നും പൂർണ്ണ രൂപത്തിൽ ഇട്ട് കൊടുക്കാൻ കഴിയോ? ദജ്ജാൽ എന്ന് മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞു എന്ന് അല്ല. എന്തിനങ്ങനെയൊക്കെ കളവ് പറയണത്? കളവ് പറഞ്ഞാലേ തങ്ങളാവുന്നുള്ള നിബന്ധന ഇവിടെ എഴുതിച്ചിട്ടുണ്ട് കിതാബില്. എന്താ വിഷയം? അദ്ദേഹം പറയാ മുഹമ്മദ് നബി ജനിച്ചപ്പോ വാപ്പല്ല, കുറച്ച് കഴിഞ്ഞപ്പോ ഉമ്മ മരിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോ മൂത്താപ്പ മരിച്ചു, പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് എളാപ്പ മരിച്ചു. എല്ലാവരും മരിക്കാം. നമ്മുടെ കൂട്ടത്തിലെങ്ങാനും നിങ്ങളെ കുട്ടികളുണ്ടായ നമ്മൾ പറയില്ലേ ഇത് ദജ്ജാൽ ഇവൻ കാരണം എല്ലാവരും മരിച്ചു എന്ന് നമ്മൾ പറയില്ലേ? അതാ KV ചോദിക്കണത്. ഇതിന് മുമ്പ് പറയാം മുഹമ്മദ് നബിയെ ദജ്ജാലാക്കിന്ന്. ആരാ ദജ്ജാല്? ദജ്ജാലൂന കദ്ദാബൂന. എപ്പോഴും ഹദീസോതുണ്ട്, ഞാൻ ഓതണമൊന്നുമില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. ദീന് പറയുമ്പോ സമൂഹത്തോട് പറയാൻ ഒരു സത്യസന്ധത എല്ലാവർക്കും വേണ്ടേ? ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അടയാളമാണല്ലോ സത്യസന്ധത. അത് ക്ലിപ്പിലായാലും വേണം, പ്രസംഗത്തിലായാലും വേണം, ലേഖനത്തിലായാലും വേണം, എഴുത്തിലായാലും വേണം, എല്ലായിടത്തും വേണം. എന്തിനാ ഇത് പറഞ്ഞത്? ഇവർ മുഹമ്മദ് നബിയോട് സ്നേഹമില്ലാത്തവരാ, ഇവർ നബിയെ നിന്ദിക്കുന്നവരാ, ഇവർ നബിയെ പരിഹസിക്കുന്നവരാ, ഇവർക്കെന്ത് നബി, ഇവർക്കെന്ത് പ്രവാചക സ്നേഹം, ഇവർ നബിയെ നിന്ദിക്കുന്നവരും കളിയാക്കുന്നവരുമല്ലേ. കണ്ടോ, ദജ്ജാൽ എന്നാ പറഞ്ഞത്, മറ്റേ ആളോ മൂസാക്ക എന്നാ പറഞ്ഞത്, മുഹമ്മദ് എന്നാ പറഞ്ഞത്. അവിടെയും സുഹൈർ മൗലവി പറയുന്നുണ്ട് പണ്ട് നബി അല്ല, അന്ന് ആ നാട്ടിലെ മുഹമ്മദ്. അതും പറയാൻ പറ്റും, നമുക്ക് വാദമൊന്നുമില്ല. പക്ഷെ വിഷയം അത്രയേ ഉള്ളൂ, അതാണ് സംഗതി. പക്ഷെ മൂപ്പരെന്താ ചെയ്യുന്നത്? അത് വെച്ചിട്ട് കണ്ടോ മുഹമ്മദ് നബിയല്ല, വെറും മുഹമ്മദ് ആക്കയാണെന്ന് മൗലവി പറയുന്നു. കള്ളത്തരാണ് പറഞ്ഞത്. അത് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. ഇതിനയാളെ കുറിച്ച് പറഞ്ഞത് എന്തിനാ? മുജാഹിദുകൾക്ക് പ്രവാചകരോട് സ്നേഹമില്ല, അവർ നബിയെ നിന്ദിക്കുന്നവരാ, പരിഹസിക്കുന്നവരാ എന്ന് പറയാൻ വേണ്ടിയിട്ടാ. എന്നാൽ ആരാ നബിയെ നിന്ദിച്ചതെന്ന് നോക്കണല്ലോ, അത് പരിശോധിക്കണല്ലോ. ഇത് തഫ്സീറുൽ ഖുർആൻ മലയാള പരിഭാഷ TK അബ്ദുള്ള മൗലവി. എവിടുത്തേരനാന്ന് ഞാൻ പറയണില്ല. ഖുർആൻ മലയാള പരിഭാഷ TK അബ്ദുള്ള മൗലവി. ഇതില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് എഴുതി വെച്ച വചനം. ഇത് ക്ലിപ്പ് മുറിച്ചതല്ല, വേണമെങ്കിൽ ഈ സംഗതി ഇവിടെ ഉണ്ട്, ആർക്കും നോക്കാം. തഫ്സീറാണിത്.
എന്താണെന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്തിറങ്ങി. എന്താണ്? വൈ സെയ്ദ് റളിയല്ലാഹു അൻഹു സൈനബിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. സെയ്ദിനോട് പറയണം നിങ്ങൾ സൈനബിനെ ഒഴിവാക്കാൻ. സൈനബും സെയ്ദും തമ്മിൽ വല്ലാണ്ട് സ്നേഹബന്ധത്തിന് മുന്നോട്ട് പോകുന്നില്ല. എന്നിട്ട് അള്ളാഹു റസൂലിനെ അറിയിക്കുകയാണ്. എന്ത്? ആ സെയ്ദ് സൈനബിനെ ഒഴിവാക്കുകയും വേണം, എന്നിട്ട് നിങ്ങൾ സൈനബിനെ കല്യാണം കഴിക്കുകയും വേണം. ഈ ആയത്തിറങ്ങിയപ്പോ റസൂലിനാകെ ഒരു മടി. എങ്ങനെ ഇപ്പൊ അത് സെയ്ദിനോട് പറയാ? ഒഴിവാക്കാൻ പറയും വേണം, എന്നൊരു കല്യാണം കഴിക്കും വേണം. അത് പറയാൻ ഒരു വൈമനസ്സം തോന്നിയപ്പോ അത് പറയാണ്ട് നടന്നു, മിണ്ടാണ്ട് മനസ്സിൽ അത് ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ അല്ലാഹ് അടുത്ത ആയത്തിറക്കി. എന്ത് പറഞ്ഞിട്ട്? ഞാൻ വെളിപ്പെടുത്താൻ പറഞ്ഞ കാര്യം നീ വെളിപ്പെടുത്താതെ മനസ്സിൽ നീ മറച്ചു വെക്കുന്നു. നീ ജനങ്ങളെയാണ് ഭയപ്പെടുന്നത്. വല്ലാഹു അഹഖു അൻ തഖ്ശാ, നീ അല്ലാഹുവിനെയാണ് ഭയപ്പെടേണ്ടത്. അതുകൊണ്ട് സയ്യിദിനോട് പോയിട്ട് തലാഖ് എല്ലാം പറയേ എന്ന് കൽപ്പിച്ചു. ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ഈ ടി.കെ. അബ്ദുള്ള മുസ്ലിയാരെ കൊടുത്ത അർത്ഥം കേൾക്കണോ? കേട്ടോളൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സെയ്ദിന് വിവാഹം ചെയ്തു കൊടുത്തു. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം തിരുനബി അവരെ കാണുകയും അവരിൽ സ്നേഹമുണ്ടാവുകയും ചെയ്തു. ഇങ്ങനെയുണ്ട്. ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തതിന് ശേഷം ആ പെണ്ണിനെ പിന്നെ റസൂല് കണ്ടപ്പോൾ സ്നേഹം തോന്നിയെന്ന്. അള്ളാന്റെ റസൂലിനെ പറ്റിയിട്ട് മുത്ത് ഹബീബിനെ സംബന്ധിച്ച് തഫ്സീർ എന്ന പേര് പറഞ്ഞിട്ട് എഴുതി വെച്ച ഈ വചനം സഹോദരന്മാരെ നിങ്ങൾക്ക് ദഹിക്കുമോ? സെയ്ദിന് കല്യാണം കഴിച്ചു കൊടുത്തു. കേട്ടോ, മലയാളാണിത്. എന്താ പറയുന്നത്? സെയ്ദിന് കല്യാണം കഴിച്ചു കൊടുത്ത് ശേഷം തിരുമേനി അവരെ കാണുകയും അവരിൽ സ്നേഹമുണ്ടാവുകയും ചെയ്തു. ഒരു പ്രവാചകനെ കുറിച്ചാണ് പറഞ്ഞത്, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ക്ലിപ്പ് മുറിച്ചു കൊണ്ടുവന്നിട്ട് ഇവർക്ക് സ്നേഹമല്ല ഇങ്ങനെ പറയുമ്പോൾ ഓർത്തോ, 3 പേരിൽ ഇങ്ങോട്ട് അവനാണ് നെഞ്ചത്തേക്കുണ്ട്. അവസാനിച്ചില്ല. പിന്നെന്താ പറഞ്ഞതിന്റെ അവസാന ഭാഗത്ത്? അവരോടുള്ള സ്നേഹവും സെയ്ദ് ഒഴിവാക്കിയാൽ വിവാഹം ചെയ്യാമെന്നതും താങ്കൾ മനസ്സിൽ ഗോപ്യമാക്കി. എങ്ങനെ? ഈ സെയ്ദബിനോടുള്ള സ്നേഹവും സെയ്ദൊന്ന് ഒഴിവാക്കി കിട്ടുകയാണെങ്കിൽ കല്യാണം കഴിക്കാറുന്നു എന്നുള്ള ആ വിഷയവും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു. പച്ചക്കളവ്. പറയൂ, ആരാ പ്രവാചകനോട് നിന്ദത കാണിക്കുന്നവർ? നിങ്ങളൊക്കെ മാതൃഭൂമി നിർത്തായിട്ടാ. മാതൃഭൂമി നിർത്തിക്കൊണ്ടൊന്നും ആവൂല, അത് വേറൊരു വിഷയം. ഇതൊക്കെ ആദ്യം തിരുത്തണം. ചിലപ്പോൾ ഇദ്ദേഹത്തിന് പറ്റിയ അബദ്ധമായിരിക്കാം, വല്ല ദുർബലമായ റിപ്പോർട്ടുകളിലും വന്നതായിരിക്കാം. അതിങ്ങനെ എടുത്ത് കൊടുക്കാൻ പാടില്ല ഒരു പ്രവാചകനെ സംബന്ധിച്ച്. ഇത് ഒന്ന് അവസാനിച്ചില്ല, ഒന്നുകൂടി കേട്ടോ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ സുലൈഖ പിന്നാലെ ചെന്ന് രാജാവിന്റെ ഭാര്യ റൂമിന്റെ അകത്തേക്ക് കയറി. റൂമിലേക്ക് കയറി വാതിൽ താഴെ കുറ്റിയിട്ട് അദ്ദേഹം ഓടി പിന്നാലെ ചെന്ന് പിടിച്ചു. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? വലഖദ് ഹമ്മതു ബിഹി വഹമ്മ ബിഹാ ലൗലാ അൻ റആ ബുർഹാന റബ്ബി. അവൾ ചിലതൊക്കെ ഉദ്ദേശിച്ചു. യൂസുഫ് നബിയോ തന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ, ലക്ഷ്യങ്ങൾ അവിടെ കണ്ടു. അല്ലെങ്കിൽ അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. അത്രയുള്ള ഖുർആനില്. എന്നാൽ ഈ മുസ്ലിയാരെ അർത്ഥം കേട്ടോ. നിങ്ങൾ എന്താ പറയുന്നത് കേട്ടോ? സത്യമായും അവൾ അദ്ദേഹത്തിൽ നിന്നും സംയോഗം ഉദ്ദേശിച്ചു. ആര്? സുലൈഖ. ഈ പെണ്ണ് യൂസുഫ് നബിയിൽ നിന്നും സംയോഗം ഉദ്ദേശിച്ചു. ശരിയായിരിക്കാം. അദ്ദേഹവും അത് ഉദ്ദേശിച്ചു. അടുത്ത വാക്ക് യൂസുഫ് നബി ഉദ്ദേശിച്ചു എന്ന് ഒരു നബിനെ കുറിച്ച് എഴുതാൻ പറ്റുമോ? ആ നബി പിന്നെ പറഞ്ഞ അടുത്ത ആയത്തെന്താണെന്നറിയോ? പടച്ചോനെ, റബ്ബി അല്ലാഹുവേ, അസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. അവർ എന്നെ എന്തൊന്നിലേക്കാണോ ക്ഷണിക്കുന്നത് അതിനേക്കാൾ എനിക്ക് ഇഷ്ടം ജയിലാണ് റബ്ബേ. ഞാൻ ജയിലിൽ പോയി കഴിയാൻ സന്നദ്ധനാണ് റബ്ബേ എന്ന് പറഞ്ഞ യൂസുഫ് നബിയെ കുറിച്ച് പറയാ. അദ്ദേഹവും അത് ഉദ്ദേശിച്ചു. തന്റെ നാഥന്റെ ലക്ഷ്യം അദ്ദേഹം ദർശിച്ചില്ലായിരുന്നെങ്കിൽ അവളെ അദ്ദേഹം സംയോഗം ചെയ്തേനെ. ആര്? യൂസുഫ് നബിയെ. അദ്ദേഹം അവളെ സംയോഗം ചെയ്തേനെ. യാക്കൂബിന്റെ രൂപം അദ്ദേഹം ദർശിക്കുകയും തന്റെ നെഞ്ചത്ത് അദ്ദേഹം അടിക്കുകയും അപ്പോൾ ശഹ്വത്ത് വിരൽ കൊടിയിലൂടെ പുറപ്പെടുകയാണ് ഉണ്ടായത്. വല്ലാത്തൊരു ശഹ്വത്താണ്, വിരലിന്റെ ഉള്ളിൽ കൂടെ പോണ ശഹ്വത്ത്. എന്നിട്ട് ഞങ്ങൾ നബിനെ നിന്ദിച്ചു എന്നോ? ഇതിന് 2 ഞാൻ വായിച്ചിട്ടുള്ളൂ. സുലൈമാൻ നബിനെ പറ്റിയിട്ടുണ്ട്, ദാവൂദ് നബിനെ പറ്റിയിട്ടുണ്ട്,
അതേപോലെ ആദം നബിനെ വിട്ടിട്ടില്ല. ആദം നബിനെ പറ്റി പോലും ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യം വന്നാൽ നമുക്ക് വീണ്ടും വായിക്കാം. ഇതല്ല നമ്മുടെ ചർച്ച, ഇതൊന്നുമല്ല ചർച്ച. എങ്ങനെ വന്നറിയോ? മുജാഹിദുകൾ നബിയെ സ്നേഹിക്കാത്തവരാ, മുജാഹിദുകൾ പ്രവാചകനെ നിന്ദിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിത് വിശദീകരിക്കേണ്ടി വരും. മൂപ്പര പ്രസംഗം ഇതൊക്കെ തന്നെയാണ്, വളരെ വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. മറുപടിയാണല്ലോ പൈരന്നെ ഇവിടെ മറുപടി പറയുന്നത്. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്ന വേറെ ചില സംഗതി കേട്ടോ, അത് നാട്ടുകാർക്കുള്ളതാ, സാധാരണക്കാർക്ക്. അത് ചിലപ്പോൾ മൗലിയന്മാർക്ക് അത്ര ക്ലിക്കായിക്കൊള്ളുന്നില്ല. നാട്ടുകാരോട് പറയാം. നമ്മളൊക്കെ ഓതുന്ന മൗലിദുകൾ, അതിന് അർത്ഥം നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അതിനുള്ളിൽ എന്താന്ന് വളരെ മോശമായ ഒരു പ്രവാചകനെ സംബന്ധിച്ച് പറയാൻ പറ്റാത്ത ഒരുപാട് അപകടം നിറഞ്ഞ മോശമായ വഷളൻ കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ടെണ്ണം ഇവിടെ വായിക്കുകയാണ്. ആ പ്രവാചകനെ നിന്ദിക്കുന്ന വർത്തമാനങ്ങൾ നമ്മൾ അറിയാതെ ഇനി മുതൽ ചൊല്ലിപ്പോകരുത്. വഹാബികൾ നിങ്ങൾ പറഞ്ഞോളി, ഒരു കുഴപ്പമില്ല. മുത്തവാദികളൊന്നും പറഞ്ഞോളും. പക്ഷെ അവനവന്റെ ഖബർ ആലോചിക്കണം. ഒരു മുസ്ലിയാരും വരൂല, ഒരു തങ്ങളും വരൂല, ഒരു ഉമരിയും വരൂല, ഒരു സുല്ലമിയും വരൂല, ഒരു മൗലയും വരൂല, ആരും വരൂല. അവനവന്റെ ഖബറിലേക്ക് പോകുമ്പോൾ അവനവന്റെ വിശ്വാസം നന്നായെങ്കിൽ മാത്രമേ ആ ഖബർ വിശാലമാവുകയുള്ളൂ. അവിടേക്ക് സ്വർഗീയ പ്രകാശവും സ്വർഗത്തിന്റെ പരിമളവും വരികയുള്ളൂ. അല്ലാത്ത പക്ഷം നരക കവാടങ്ങൾ തുറക്കപ്പെടുകയും ഖബർ ഇരുട്ടായിത്തീരുകയും അവിടെ ആ ചൂടും പുകയും അനുഭവിച്ച് ആ ഇടുകിച്ചേരുന്ന ഖബറിൽ മനുഷ്യരെ ഞാനും നിങ്ങളുമൊക്കെ കഴിയേണ്ടി വരും, വിശ്വാസം നന്നാക്കിയില്ല എങ്കിൽ. അല്ലാണ്ട് ഒരു കൂട്ടറെ കുറിച്ച് വഹാബിയാണ്, ബുദ്ധവാദിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഓൻ അറിവില്ലാത്തവനാണ്, ഓ ഫോട്ടോസ്റ്റാറ്റിന്റെ ആൾക്കാരാണ്, ആക്കങ്ങനെ മൂല്യന്മാര് പറയും. നമുക്കതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ് ഔലിയാക്കളെ സംബന്ധിച്ചും നബിമാരെ സംബന്ധിച്ചും ശരിയായ വിശ്വാസം ഉള്ളവരല്ല മുജാഹിദുകൾ. അവർ ഔലിയാക്കന്മാരെ നിന്ദിക്കുന്നവരാ, ഔലിയാക്കന്മാരെ മോശമാക്കുന്നവരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും സംസാരിക്കുന്നു. ഇവിടെയും സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധിച്ചോളൂ, ആരാ മോശാക്കിയത് എന്ന്. ഒന്ന്, 40 വട്ടം ജനാബത്തുണ്ടായാരേ, 40 വട്ടം ഓരൂരാ കുളിച്ചോവർ. മുഹയ്യദ്ദീൻ ശൈഖിന് ഒരു ദിവസം രാത്രി 40 വട്ടം ജനാബത്തുണ്ടായി. അതേ രാത്രിയിൽ 40 വട്ടം കുളിക്കുകയും ചെയ്തു. ഇത് പുകഴ്ത്തലാതെ ഇകഴ്ത്തലോ? അവനാന്റെ വാപ്പാക്കുണ്ടായാ പറയോ, എന്റെ വാപ്പാക്ക് ഇന്നലെ 40 വട്ടം ജനാബത്തുണ്ടായടാ പറയോ? അന്തണ്ടെങ്കിൽ പറയോ? അത് മറച്ചോക്കല്ലേ വേണ്ട. എന്നിട്ടത് വലിയ കാര്യത്തിൽ പറയാ, 40 വട്ടം ജനാബത്തുണ്ടായാരേ, 40 വട്ടം ഓരൂരാ കുളിച്ചോവർ. മുഹയ്യദ്ദീൻ ശൈഖിനെ മോശാക്കുകയാണ്. ആരാ മോശാക്കിയത്? ദഫ് മുട്ടുമ്പോ ജനാബത്തൊന്നും കേൾക്കൂല, ഡും ഡും എന്നേ കേൾക്കുള്ളൂ. അതിന്റെ കൂടെ അതാ വരുന്നത്. പിന്നെയോ സിദ്ദീഖ് മൗലിദ്. ഇല്ലെങ്കിൽ ഇല്ലാതെ മുസ്ലിയാക്കന്മാർ വന്ന് പറയട്ടെ. സിദ്ദീഖ് മൗലിദിൽ ഒരു പെണ്ണ് വന്ന് പറയാ, എന്റെ ഭർത്താവ് യാത്ര പോയി. അബൂബക്കറിനോടാ പറയുന്നത്, എന്റെ ഭർത്താവ് യാത്ര പോയി. ഞാൻ സ്വപ്നം കണ്ടു, എന്റെ വീടിന്റെ മുന്നിലെ മരം കടപുഴകി വീണു. എന്താ വ്യാഖ്യാനം? അബൂബക്കർ പറയാ റളിയല്ലാഹു അൻഹു, നിങ്ങളുടെ ഭർത്താവ് തിരിച്ചു വരും, നിങ്ങൾ പോയിക്കോളി, കുഴപ്പമൊന്നുമില്ല. പിന്നെ നേരെ പോയി പ്രവാചകന്റെ അടുക്കലേക്ക്, റസൂലേ ഇതാ ഞാൻ എൻ്റെ ഭർത്താവ് യാത്രയിലാണ്, എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള മരം കടപുഴകി വീട് സ്വപ്നം കണ്ടു. എന്താ വ്യാഖ്യാനം? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി നീ നിന്റെ ഭർത്താവുമായി ഒരിക്കലും യോജിക്കുകയില്ല, ഭർത്താവ് മരണപ്പെട്ടു പോയിരിക്കുന്നു. അപ്പൊ അബൂബക്കർ പറഞ്ഞ എന്താ? ഭർത്താവ് തിരിച്ചു വരും. റസൂൽ പറഞ്ഞതോ ഭർത്താവ് വരൂല, മരിച്ചു കഴിഞ്ഞു. ഈ പെണ്ണ് പോയി, ഭർത്താവതാ തിരിച്ചു വരുന്നു, ഭർത്താവതാ തിരിച്ചു വരുന്നു. സിദ്ദീഖ് മൗലിദ് എടുത്തോളി, എന്റെ കയ്യിലുണ്ട് 366 വക. കൊണ്ടുവന്നത് ഞാൻ ആരെങ്കിലും വന്നിട്ട് എവിടെയെന്ന് ചോദിച്ചാൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. 366 വക മൗലിദ് കിതാബിലുണ്ട്. അപ്പൊ ഈ പെണ്ണ് വന്നു റസൂലിന്റെ അടുക്കിലേക്ക്. അല്ല റസൂലേ, നിങ്ങളല്ലേ പറഞ്ഞത് എൻ്റെ ഭർത്താവ് തിരിച്ചു വരൂല, ഞങ്ങൾ തമ്മിൽ ഇനി കണ്ടുമുട്ടൂല, എൻ്റെ ഭർത്താവല്ലേ തിരിച്ചു വന്നിട്ടുള്ളത്? റസൂൽ ഒന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടാൻ പാകില്ലല്ലോ, കാരണം മൂപ്പര് പറഞ്ഞത് റസൂൽ പറഞ്ഞ് തെറ്റായി. അങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മറുപടി പറഞ്ഞു. എന്താണ്? അത് വഹീട്ട്. എന്താണ് വിഷയം? എന്താ അത്? ജിബ്രീൽ വന്നിട്ട് പറയാണ് റസൂലിനോട്, റസൂലെ അബൂബക്കറിനെ കുറിച്ച് അല്ലാഹു തആല സിദ്ദീഖ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ അദ്ദേഹത്തിന്റെ നാവിലൂടെ പിന്നെ കളവ് വരുന്നത് മോശമല്ലേ? അതുകൊണ്ടാണ് ശരിക്കുമുള്ള ഭർത്താവ് മരിച്ചിട്ടുണ്ട് വരൂല, ഇനി അബൂബക്കർ പറഞ്ഞത് കളവാകണ്ടാന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എന്തൊക്കെ പൊട്ടത്തരാ പോടെ പറഞ്ഞത്. അപ്പൊ റസൂൽ പറഞ്ഞതോ? അപ്പൊ റസൂലിന്റെ നാവിലൂടെ കളവ് വന്നാലോ? അബൂബക്കറിന്റെ നാവിലൂടെ കളവ് വന്നത് അള്ളാഹ്ക്ക് ലജ്ജയാണ്. അതുകൊണ്ടാണ് വരേണ്ടതില്ലാത്ത ആളായിട്ട് പോലും വന്നത്. ഇവിടെ ആരെ നിന്ദിക്കണത്? റസൂലിനല്ലേ. മൗലൂദ് മൊത്തം അങ്ങനെ തന്നെ. മടക്കര ചോട്ടിയ പോലെ, മടക്കര അല്ല കേട്ടോ, മടക്കര.
ഒരു തല ചവിട്ടിയാൽ മറ്റേ തല പൊന്തും. മടക്കനെന്ന് പറയല്ലേ നാട്ടിലേക്ക് അറിയില്ല. ഈ തെങ്ങിൻ്റെ പട്ട എങ്ങനെ വളഞ്ഞിട്ടാണ് ഇവിടെ ചവിട്ടി അവിടെ പൊന്തും, അവിടെ ചവിട്ടി ഇവിടെ പൊന്തും. സിദ്ദീഖ് മൗലൂദ് എടുത്താൽ ഉമറിനെ ചവിട്ടും, ഉമർ മൗലൂദ് എടുത്താൽ സിദ്ദീഖിനെ ചവിട്ടും, അലി മൗലൂദ് എടുത്താൽ എല്ലാവരും ചവിട്ടും. ഷിയാക്കളേത് അതുകൊണ്ടാ അലി മൗലൂദിൽ എല്ലാവരും ചവിട്ടും. ആ ഭാഗത്തേക്കൊന്നും ഇപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ പോകുന്നില്ല. അപ്പൊ ഈ നിലക്ക് ആരാ റസൂൽ നിന്ദിച്ചത്? നമ്മൾ അറിയാതെ മൗലീദിലൂടെ മദ്ഹബിന്റെ പേരിൽ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ റസൂലിനെ നിന്ദിക്കുന്ന കുറച്ചുകൂടിയും കേട്ടോളിയും. അത് അറബിയിലായോട് ഞാൻ വായിച്ചു തരേണ്ടി വരും. മൗലിദ് എന്ന് പറഞ്ഞ ഗദ്യവും പദ്യവും ഗദ്യപദ്യ സമ്മിശ്രവുമാണല്ലോ. കേട്ടോ, റസൂലിനെ കുറിച്ച് പറയാ, പ്രവാചകന് ഇക്കിളിയില്ല, പ്രവാചകന് കൊട്ടുവായില്ല, പ്രവാചകന് കീഴ്വായുവില്ല, പ്രവാചകന്റെ അവശിഷ്ടങ്ങളെല്ലാം ശുദ്ധമാണ്, കാഷ്ടം ശുദ്ധമാണ്. പ്രവാചകൻ കാഷ്ടിച്ച ഉടനെ അത് ഭൂമി ഉടനെ വിഴുങ്ങും. ഒരാളെ മദ്ഹ് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ പറഞ്ഞോളൂ, ഇങ്ങനെ തീരുമാനിച്ചാൽ മതി, വിഷയം ഞാൻ ചെയ്യുന്നില്ല. പ്രവാചകൻ കാഷ്ടിച്ച ഉടനെ അത് ഭൂമി വിഴുങ്ങും. വലിയ പുണ്യം കിട്ടും എഴുതിയിട്ട് സുബൈന്റെ മുമ്പ് ഓതിക്കൊണ്ടിരിക്കുന്ന സംഗതി അതൊക്കെ ഉസ്താദുമാർ നമ്മളെ കൊണ്ട് ഓദിക്കണതും എന്നിട്ട് ഇതിന്റെ പേരിലെ കായും കോയും കൊടുക്കണതും. ഇങ്ങനെ ഇല്ലാത്ത ബടായികൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്താ പറഞ്ഞറിയോ? ഒരു സ്വഹാബി പ്രവാചകന്റെ കാട്ടം വിഴുങ്ങി, അത് കസ്തൂരിയുടെ സുഗന്ധവും തേനിന്റെ മധുരവുമായിരുന്നു. റസൂലിന് ഈ വാർത്ത വന്നു, ഈ വിഷയം അറിഞ്ഞു. കാല, അപ്പൊ റസൂല് പറയാണ് കാല, അത് എവിടെ ഉള്ളത്? ഹദീസ് കൊണ്ടുവന്നാണ് നിങ്ങൾ എന്റെ മാണിക്കക്കല്ലുകളെ ചിന്തിച്ചോളി. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖാദഹു മിനന്നാർ. റസൂല് പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് വല്ലവനും പറഞ്ഞാൽ നരകത്തിൽ സീറ്റുറപ്പിച്ചു കൊള്ളട്ടെ. കാലം നബിയു, ആര് പറഞ്ഞു? ഏതാ ഹദീസ്? കൊണ്ടുവരണം, അടുത്ത വരവിനോടെ കൊണ്ടുവരണം. ഞാൻ ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞില്ല, ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ നോട്ട് ചെയ്തോളും, എന്നിട്ട് തങ്ങൾക്ക് കൊടുത്തോളിയും. തങ്ങൾക്കൊരു പരാതി ഉണ്ട്, ഇവിടെ ആദ്യം വന്ന ആളെ പിന്നെ കാണാനല്ല മൂപ്പര് നന്നായി എന്നാ തോന്നുന്നത് എന്ന്. അങ്ങനെയല്ല, നിങ്ങൾ നന്നാവൂലെന്ന് എഴുതിയിട്ട് മൂപ്പര് വരാത്തത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരും വരാം. കാരണം ഹക്ക് പറയല്ലേ വേണ്ടുള്ളൂ, തൗഹീദും സുന്നത്തും ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും പറയല്ലേ വേണ്ടുള്ളൂ. അത് ഞങ്ങൾക്ക് ആരും വരാം. നിങ്ങൾക്ക് ഈ ജാതി കളവും പിരിക്കലും മുറിക്കലൊക്കെ നടത്തണമെങ്കിൽ തങ്ങൾ തന്നെ വരണം. അതുകൊണ്ടായിരിക്കും നിങ്ങൾ മാറാത്തത്. ഇനി ബേജാറാണ്ട് നമുക്ക് മാറണ്ട, നമുക്ക് തന്നെയാണ് പൂട്ടുക. ഒരു 4 ചാല് പൂട്ട് നമുക്ക്. അങ്ങനെ പൂട്ടുമ്പോ ചിലപ്പോൾ ഈ പാടത്തൊക്കെ പൂട്ടുമ്പോ വലിയ വലിയ കട്ടകളൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് റൗണ്ടിൽ പൊട്ടൂല. ആ കട്ട രണ്ടാമത്തെ റൗണ്ട് പൊട്ടും, പിന്നെ പൂട്ടുമ്പോ പകുതിയൊക്കെ പൊട്ടും. ഒരു 3-4 പൂട്ടുമ്പോ കട്ടൊക്കെ പൊട്ടി ഉടഞ്ഞ് നല്ല പൊടിയായി കടല പോലും കൃഷി ചെയ്യാവുന്ന പരുവത്തിൽ ആ സ്ഥലം ആയി മാറും. ഇൻഷാ അല്ലാഹ് കുഴപ്പമൊന്നും ഉണ്ടാക്കാണ്ട് ഒരു 4 ചാലിങ്ങനെ പൂട്ടുകയാണെങ്കിൽ അതിന് തങ്ങൾ വരണേ 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 എന്ന് എനിക്ക് വേണ്ടി കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ മാറുന്നില്ല, ആള് മാറുന്നുള്ള പ്രശ്നം ഇൻഷാ അല്ലാഹ് ഉണ്ടാവില്ല. അപ്പൊ ഈ നമ്മുടെ മാട്ടൂൽ എന്ന പ്രദേശം പൊടിഞ്ഞിട്ടൊന്ന് റെഡിയാവും. അപ്പൊ സലഫി സെന്റർ മാത്രമല്ല, ഇൻഷാ അല്ലാഹ് പള്ളിയും വരും. അപ്പോ എന്താ പറയുന്നത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാട്ടം സ്വഹാബി വിഴുങ്ങി. മദ്ഹ് പറയാണല്ലോ. വിഴുങ്ങിയപ്പോഴോ റസൂൽ പറയാണ്, എന്റെ വയറ്റിലുള്ളത്, അറബി കൂടി കേട്ടോ, മൻ ഖാലത ബത്നഹു ബത്നി ഹറമഹുല്ലാഹു അലന്നാർ. എന്റെ വയറ്റിലുള്ളത് മറ്റുള്ളവന്റെ വയറുമായി കൂടിച്ചേർന്നാൽ അവന് നരകം ഹറാമാണ്, നരകത്ത് പോവില്ല. വലിയൊരു സൽക്കർമ്മമായിട്ട് പഠിപ്പിക്കുന്നത്. എന്നിട്ടോ ഫഹുവ അൻദറു വുജൂദ, ഇത് എല്ലായിടത്തും കിട്ടൂല. ഏത് ഈ സാധനം ഇതെല്ലായിടത്തും കിട്ടൂല. കാരണം ഭൂമി ഉടനെ വിഴുങ്ങുന്നാണല്ലോ. അത് മൗലിദ് അറബി മാത്രമൊന്നുമല്ല, നബിക്കുള്ള കാഷ്ടം ത്വാഹിറാണേ മൂത്രവും, അതുപോലെ തന്നെ ഹബീബേ രക്തവും. നബിക്കുള്ള കാഷ്ടം ഭൂമിയും വിഴുങ്ങുന്നതാ, അതിൽ നിന്ന് റീഹുൻ ത്വയ്യിബത്തടിക്കുന്നതാ. എന്ത് കണ്ടാലും പാട്ടുണ്ടാക്കണ മൂലയുണ്ടായി തളവ. ഇപ്പൊ ആശുപത്രി പോയി കടന്നു, ഡോക്ടർമാർ വന്നു പോയപ്പോ അതൊരു പാട്ടാക്കിയെന്നാ കേട്ട്. അപ്പൊ മുന്തിയ പൊറാട്ട എന്ന് പറഞ്ഞാൽ മതി, എന്ത് ചെയ്താലും പാട്ട്. ആ പാട്ടിൽ വന്നതാ അത്. ഏത്? നബിക്കുള്ള കാഷ്ടം ത്വാഹിറാണേ മൂത്രവും. അത് താഹിറാണെങ്കിൽ പിന്നെ എന്തിനാ റസൂൽ? അബൂഹുറൈറ ഒരു 3 കല്ല് കൊടുന്നാന്ന് പറഞ്ഞത്. അബൂഹുറൈറ 2 കല്ലും ഒരു ചാണകം കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ പറഞ്ഞു, അബൂഹുറൈറ കല്ലേ പറ്റുള്ളൂ, ചാണകം പറ്റൂല, അത് ജിന്നുകളുടെ ഭക്ഷണമാണ്, ബേജാറാണ്ട, ജിന്നൊക്കെ ഉണ്ട്, ഒരു തിന്നും ചെയ്യും, ഒരു തിന്നോട്ടെങ്കിൽ തിന്നാരിക്കണ്ട മേടിച്ചിട്ട്, അത് ജിന്നുകളുടെ ഭക്ഷണമാണ്. ഞങ്ങൾക്കുണ്ടല്ലോ ആയത്തും ഹദീസുള്ളോടത്തോളം തൊലകാരങ്ങൾ ആരുടെയും പേടില്ല. ഹക്കാണോ തുറന്ന് പറയും. നിങ്ങൾ ആര് ഇടങ്ങറായിട്ടൊന്നും പിന്നെ ഒരു കാര്യം അതിലില്ല. നമ്മൾ ഇടങ്ങറാണ്ട് ആവശ്യം അതിലില്ല. അന്ന് റസൂലും പറഞ്ഞ കാര്യം പറയാൻ അത്ര മടി. ശരി,
അപ്പോ അബൂ ഹുറൈറയോട് എന്തിനാ കല്ല് കൊണ്ടുവരാൻ പറഞ്ഞത്, എന്തിനാ വെള്ളം കൊണ്ടുപോയത്? സ്വഹാബത്ത് കൈകളിൽ വെള്ളപ്പാത്രവുമായി ചെന്നു. എന്തിനാ? അശുദ്ധിയുള്ള വസ്ത്രം, സജസ്സുള്ള വസ്തു ശുദ്ധിയാക്കാൻ, അല്ലെ? അതൊക്കെ ശുദ്ധിയാണെങ്കിൽ പിന്നെ എന്തിനാ കൊണ്ടുപോയത്? അപ്പൊ എന്താ പറഞ്ഞു തരുന്നറിയോ? റസൂലിനെ നിന്ദിക്കത്. സാധാരണക്കാരെ നിങ്ങൾ അറിയാണ്ട് അറബി ഇങ്ങനെ വായിക്കും, അപ്പൊ ശ്രദ്ധിച്ചോളണം. പിന്നെ എന്താ പറഞ്ഞത്? അപ്പൊ ഇത് സംഗതി എല്ലായിടത്തും കിട്ടൂല. അദ്റകഹു സ്വഹാബിയു, ഇതൊരു സഹാബിക്ക് കിട്ടിയതാണ്. ഒരുപാട് കാലം പ്രതീക്ഷിച്ച് നടന്ന ശേഷം മൂപ്പർക്ക് അവസാനം കിട്ടിയതാണ് ഇത്. അങ്ങനെയാണ് തിന്നത്. അങ്ങനെ റസൂല് സന്തോഷ വാർത്തയും അറിയിച്ചത്. ഇത് പ്രവാചകനെ പുകഴ്ത്തലാണോ? ആണോ? ഇനി പ്രവാചകനെ പുകഴ്ത്തി പറഞ്ഞു കേട്ടോളൂ. ആ പ്രവാചകൻ നിന്ദിക്കുന്ന വാക്കുകൾ. റസൂലിനെ ആമിനെ പ്രസവിച്ച ശേഷം പക്ഷികളൊക്കെ പാടെ വന്ന്, കുറെ കാക്കിയും അതേപോലെ അന്ന് എന്തൊക്കെ പക്ഷികളുണ്ട് അവരൊക്കെ വന്ന് തസ്അലുല്ലാഹ്, അല്ലാഹു പറയാണ് തഗ്ദിയതഹു, മുഹമ്മദ് നബിനെ ഞങ്ങൾ ചോറ് കൊടുത്ത് വളർത്തിക്കോട്ടെ, വിട്ടുതരുമോ? എന്തിനാണ് ഈ ജാതി ബടായി? ഇതാണ് മൗലൂദ്. ഇതാണ് മൗലൂദ്. ഗദ്യം പദ്യം, ഗദ്യ പദ്യ സമ്മിശ്രണം. എന്നിട്ടോ വൽ വുഹൂഷു, കാട്ടിലെ വന്യമൃഗങ്ങളൊക്കെ വന്നിട്ട് പറയാണ് റളാഅതഹു, ഞങ്ങൾ മുല കൊടുത്തോളാം മുഹമ്മദ് നബിക്ക്, ഞങ്ങൾ നിങ്ങൾക്ക് വിട്ടുതരുമോ എന്ന് മൃഗങ്ങൾ വന്ന് ചോദിച്ചു. വൽ അംലാകു വൽ ഹൂറു തർബിയതഹു, മലക്കുകളും ഹൂറുൽ ഐനുകളും എന്ന് പറയാൻ ഞങ്ങൾ റസൂലിനെ വളർത്തിക്കോളാം, വിട്ടുതരുമോ? വൽ ജിന്നു വൽ ഹൈതാനു ഹദാനതഹു, പാമ്പുകളും ജിന്നുകളും പറഞ്ഞു ഞങ്ങൾ പ്രവാചകനെ വളർത്തിക്കൊള്ളാം, വിട്ടുതരുമോ? ഫഖാല അല്ലാഹു അസ്സ വജല്ല, അപ്പോൾ അല്ലാഹ് പറഞ്ഞു. എവിടെ പറഞ്ഞു? അങ്ങോട്ട് പറയുന്നേ അല്ലാഹ് പറഞ്ഞു. അല്ലാഹ് പറയാത്തത് പറഞ്ഞാൽ വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബാ, അള്ളാഹിന്റെ പേരിൽ കളവ് പറയുന്നവനേക്കാൾ വലിയ അക്രമി വേറെ ആരുണ്ട്? മൂല്യന്മാർ എങ്ങളും ഇതൊക്കെ ചിന്തിക്കും. ചിലപ്പോൾ ഇതൊന്നും ആലോചിച്ചുണ്ടാവില്ല അത് ചെല്ലുമ്പോൾ നമ്മുടെ ആലോചന അത് കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പൊ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ ഒന്ന് ആലോചിക്കും. കാലല്ല അല്ല പറഞ്ഞു, എവിടെ പറഞ്ഞു? ഒന്ന് പോയിട്ട് ആലോചിക്കും. നിങ്ങള് ഇവിടെ മുജാഹിദ്, സുന്നി, സമസ്ത, പിന്നെ EKA അതൊക്കെ വിട്, അവനാന്റെ പരലോകം ആലോചിക്കും. കാലല്ല, ഈ കാലല്ല എവിടെ പറഞ്ഞു? ഇത് സരംദ്വീപ് മൗലിദ. സരംദ്വീപ് പറഞ്ഞ ശ്രീലങ്ക, മാപ്പിള ലബ്ബ ആലിം എഴുതിയ സരംദ്വീപ് മൗലിദ്. അതില്ല, ഇല്ലെങ്കിൽ പോയി പരിശോധിച്ച് നോക്കും. കാലല്ല, അല്ല പറഞ്ഞു. എന്താ അല്ല പറഞ്ഞത്? സബഖ ഹുക്മി വജറ ഖലമി, എന്റെ കൽപ്പന ആദ്യമേ ഉണ്ടായിട്ടുണ്ട്, എന്റെ പേന ചലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലാ തുർലിഉ ഹാദിഹിൽ ജൗഹറത സലീമ ഖൈറു ഉമ്മി അമതി ഹലീമ. ഉമ്മി എന്നല്ല, തെറ്റി വായിച്ചതാണ്. ഖൈറു അമതി ഹലീമ, എന്റെ അടിമയായ ഹലീമ മാത്രമേ ഈ കുഞ്ഞിനെ വളർത്തുകയുള്ളൂ എന്ന് ഞാൻ പണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാക്കക്കും വിട്ടേരൂല, കോഴിക്കും വിട്ടേരൂല, പൂച്ചക്കും വിട്ടേരൂല, വന്യമൃഗങ്ങൾക്കും വിട്ടേരൂല, മലക്കൾക്കും വിട്ടേരൂല, ഹൂറിനും വിട്ടേരൂല, ജിന്നുകൾക്കും വിട്ടേരൂല, പാമ്പുകൾക്കും വിട്ടുതരൂല. മൗലൂദാപ്പത്. ഇത് വഹാബികൾ ചെല്ലുന്നില്ല, അതുകൊണ്ട് ഒരു പഴച്ചോരാണ്. ആയിക്കോട്ടെ, ഇത് ചെല്ലില്ല എന്നല്ലേ ഉള്ളൂ. പിന്നെ കേട്ടോ, ഒന്നുകൂടി റസൂലിനെ പറ്റി കളവ് പറയാ, പ്രവാചകനെ പറ്റിയിട്ട് കളവ് പറയാ. അതെന്താണ് കേട്ടോ? പ്രവാചകന്റെ സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ട് പറയാണ്. പ്രവാചകനെ കാണാൻ അന്ന് റസൂൽ ജനിച്ചപ്പോ ഒരുപാട് ആളുകൾ വന്നു. ആ വന്നവരൊക്കെ ഒരുപാട് ദൂരത്തുനിന്നാ വന്നത്. ആണും പെണ്ണും ഒരുപാട് പലരും വന്നിട്ടുണ്ട്. പക്ഷേ വന്ന അധികവും കസീറുഹും മാതു, വന്നവരൊക്കെ മരിച്ചുപോയി. ഒരാളുടെ സൗന്ദര്യം കൊണ്ട് കാണാൻ വന്നിട്ട് അദ്ദേഹത്തെ കണ്ടവരൊക്കെ മരിച്ചു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ നന്നാക്കുകയാണോ, ഈ മനുഷ്യനെ ഇകഴ്ത്തുകയാണോ? നിങ്ങളെ കൊണ്ടുള്ള ഇടങ്ങേറ് എന്ന് പറഞ്ഞ രൂപത്തിൽ ഇനിയിപ്പോ അത് പറഞ്ഞാൽ പറയും, കണ്ടോ ദജ്ജാലാക്കി എന്ന് പറയും മൗലവി. അയാൾക്ക് ഇത് മനസ്സിലാക്കൂല മലയാളം. അതുകൊണ്ടാ ഒരു പ്രവാചകനെ മധു പറയാണ്. അദ്ദേഹത്തെ കണ്ട സന്തോഷമല്ലേ തോന്നേണ്ടത്, ആഹ്ലാദല്ലേ തോന്നേണ്ടത്? പക്ഷെ എന്താ പറഞ്ഞതറിയോ? കണ്ടപ്പോ കണ്ടോരൊക്കെ മരിച്ചു എന്ന്. ഇത് റസൂലിനെ പുകഴ്ത്ത ഇകഴ്ത്ത്. ചിലവരും മരിച്ചു, ചിലവരോ ചിലവര് ബോധം കെട്ടു വീണു, ചിലരോ ജിന്നു, അങ്ങനെ ജിന്നു കൂടിയ പോലെ പ്രാന്തന്മാരായി. റസൂലിനെ കാണാൻ വന്നവരെ ഇത് റസൂലിനെ നന്നാക്കാണോ പുകഴ്ത്താണോ ഇകഴ്ത്താണോ? ബുദ്ധിയുള്ളവർ ചിന്തിച്ചോണി. ഇത് പദ്യാണ്. അതിന് താഴെ ഗദ്യമുണ്ട്. എന്താ ഗദ്യം? വകൈഫലാ യമൂതൂൻ. ഇനി റസൂലിനെ കാണാൻ വന്ന ആളുകൾ മരിച്ചു എന്ന് പറയുമ്പോൾ വിശ്വാസക്കുറവെന്ന് തോന്നണ്ട, മരിച്ചിട്ടുണ്ട്. തെളിവ് പറയാ, എങ്ങനെ മരിക്കാതിരിക്കും?
ഫീ ഹുസ്നിഹി വകൈഫ ലാ യമൂതൂന ഫീ ഹുസ്നിഹിൽ ജമ്മുൽ ഗഫീർ. ഇദ്ദേഹത്തിന്റെ വലിയ സൗന്ദര്യത്തിൽ എങ്ങനെ ആളുകൾ മരിക്കാണ്ടിരിക്കുക? വഖദ് മാത ഫീ ഹുസ്നി യൂസുഫ ഖൽഖുൻ കസീർ. യൂസുഫിന്റെ സൗന്ദര്യം കണ്ടിട്ട് കുറെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. വേറെ നോണ, ഒരു നോണ സമർത്ഥിക്കാൻ വേറൊരു നോണ. യൂസുഫിന്റെ സൗന്ദര്യം കണ്ട് പണ്ട് കുറെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്, പിന്നെ നബിന്റെ സൗന്ദര്യം കണ്ട മരിക്കാണ്ടിരിക്കോ? നബി അതിനേക്കാൾ സൗന്ദര്യമുള്ള ആളല്ലേ എന്നാണ് പിന്നെ പറഞ്ഞു വരുന്നത്. ഈ നിലക്ക് സഹോദരന്മാരെ വേണ്ടാത്ത കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഇതിങ്ങനെ ചൊല്ലാ പാടുക, ഇബാദത്താണ് പുണ്യമാണെന്ന് പറയാ, എന്നിട്ട് പറയുന്നത് മുജാഹിദുകൾക്ക് റസൂലിനോട് സ്നേഹമില്ല, അവർ നിന്ദിക്കുന്നവരാണ്. എവിടെയാ നിന്ദത കണ്ടുവെച്ചോളി. പിന്നെ അദ്ദേഹത്തിന്റെ കാര്യപ്പെട്ട വിഷയം തൗഹീദുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ വന്നു. ഞങ്ങൾക്കൊരു കാര്യം പറയാണ്ട്, എന്താണെന്നറിയോ? നാട്ടുകാരോട് പറയാ, അമ്പിയാക്കന്മാര് കടന്നു വന്നത്, ലോകത്ത് വന്ന അഖില അമ്പിയാക്കന്മാരും കടന്നു വന്നത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പഠിപ്പിക്കാനാണ്. ഒരു നബിയെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനല്ല, ഒരു വലിയനെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനല്ല. നേരെ മറിച്ച് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ ആകാവൂ എന്ന് പറയാനും പഠിപ്പിക്കാനുമാണ് ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കന്മാരും വന്നത്. എന്റെ സമൂഹമേ, നിങ്ങൾ റബ്ബിനെ മാത്രം ഇബാദത്ത് കൊടുക്കണേ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വശമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയാണ് ആരാധനയുടെ പ്രധാനപ്പെട്ട മേഖല. പ്രാർത്ഥന ഇബാദത്ത് ഹബീബേ എന്ന് നുഅ്മാൻ അവർ പറയുന്നു നബിയിൽ നിന്ന്. നമ്മൾ തഴവ് പാടിയതാ. പ്രാർത്ഥന ഇബാദത്താണ്. ആ ഇബാദത്താകുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ഇബാദത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റബ്ബിനോട് മാത്രമേ ആകാവൂ. ഇത് പറയാൻ അമ്പിയാക്കന്മാർ വന്നത്. എന്നാൽ സമസ്തയുടെ മുസ്ലിയാക്കന്മാര് വന്നത് എന്തിനാ? അത് അള്ളാഹു അല്ലാത്തവരോടും ആകാം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ, എന്റെ സഹോദരന്മാര് ഒന്ന് ശ്രദ്ധിക്കാം. ഇവര് പറയാറുണ്ട് അത് ഇസ്തിഗാസയാണ് മൗലവി. ഞാൻ ഇസ്തിഗാസ അള്ളാഹു അല്ലാത്തവരോടാകാം എന്നാ പറഞ്ഞത്. പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് പാടില്ല. ഖുർആൻ ഒരുപാട് പ്രാർത്ഥനയില്ലേ, അതൊക്കെ അള്ളാഹിനോടല്ലേ. പ്രാർത്ഥന റബ്ബിനോട് മാത്രം. ഞങ്ങൾ പറഞ്ഞത് ഇസ്തിഗാസയാണ്, സഹായതേട്ടമാണ്. ഇത് മുസ്ലിയാക്കന്മാര് കൗമിനെ പറ്റിക്കുക. നിങ്ങൾ ആരനെ പൊട്ടന്മാരാക്കണത്? അതൊന്നും ഇനി നടക്കൂല. നിങ്ങൾ ഇസ്തിഗാസ എന്ന ഓമന പേരിട്ടിട്ട് ചെയ്യുന്നത് പ്രാർത്ഥനയാണ്. ഒരുത്തങ്ങനെ കുടിക്കുകയാണ് കള്ള്. പാടില്ലടാ, ഇത് മോരാ, എടാ അത് വേണ്ടടാ, ഇത് മോരാ. നിങ്ങൾ മോരാ എന്ന് പറഞ്ഞിട്ട് മോര് കള്ള് മോരാവോ? ഒരുത്തൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരുത്തൻ പറയാം, പിന്നെ ഈ വിഷയം നേരിട്ട് ചർച്ച ചെയ്താ. അപ്പൊ അവരോട് പറഞ്ഞു, എന്നൊരു പണി ചെയ്താ, അള്ളാഹു അല്ല, അള്ളാഹിനോട് ഇപ്പൊ എനിക്ക് രോഗമുണ്ടെന്ന് കൂട്ടിക്കോ, നിനക്ക് രോഗമുണ്ടെന്ന് വെക്കുക. നീ റബ്ബിനോടൊന്ന് പറഞ്ഞ, അള്ളാഹു എന്റെ രോഗം മാറ്റിത്തരണമേ. ഇതെന്താണ്? പ്രാർത്ഥന. ഇനി മുഹ്യദ്ദീൻ ശൈഖിനോട് പറഞ്ഞ, മുഹ്യദ്ദീൻ ശൈഖേ എന്റെ രോഗം മാറ്റിത്തരണമേ. ഇതെന്താ ചോദിച്ചു? അത് ഇസ്തിഗാസ എന്ന് പറഞ്ഞു. ഇത് രണ്ടെന്താ വ്യത്യാസം ചോദിച്ചു? ഇത് ഇസ്തിഗാസയാകാനും അത് പ്രാർത്ഥനയാകാനും എന്താണോ ഇവിടെ വേർതിരിവിന്റെ മാനദണ്ഡം? ഞാൻ ഉസ്താദിനോട് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. കഴിഞ്ഞില്ലേ? പിന്നെ ഓനെ കണ്ടിട്ട് വന്നിട്ടുമില്ല. സംഗതി സഹോദരങ്ങളെ രണ്ടും ഒന്നാണ്. അങ്ങോട്ട് കൂട്ടിക്കലർത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അത് ഔലിയാക്കന്മാരെ മഹത്തുക്കളായ ആളുകളെ ഞങ്ങൾ ഇങ്ങനെ വിളിക്ക് ഇസ്തിഗാസയാണ്, ദുആ അല്ല അത് എന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ ആ ഇസ്തിഗാസ നോക്കി. നിങ്ങൾ ബദറിലേക്ക് ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും പ്രാർത്ഥിച്ചു. ആരോടാ? ഇത് തസ്തഗീസൂന റബ്ബക്കും. റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ ഉണ്ടോ? ആ ഇസ്തിഗാസയും റബ്ബിനോടെ പാടുള്ളൂ. ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബൂ ലക്കും എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി പറയാണ്, ഇൻ തദ്ഊഹും ഐ ഇൻ തസ്തഗീസൂ ബിഹിം ഫിന്നവാഇബി. ഇൻ തദ്ഊഹും ഐ അതായത് ഇൻ തസ്തഗീസൂ ബിഹിം ഫിന്നവാഇബി, പ്രയാസ സന്ദർഭങ്ങളിൽ നിങ്ങൾ അവരോട് ഇസ്തിഗാസ നടത്തിയാൽ. അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ എന്താ? ഇൻ തദ്ഊഹും, ആ ദുആ തന്നെയാണ് ഇസ്തിഗാസ. ഇസ്തിഗാസ തന്നെയാണ് ദുആ. ഇത് അല്ലാഹു പഠിപ്പിച്ച ദീന്. മൗലവിമാര് എപ്പോഴും പറയും ഏത് ഇസ്തിഗാസയാണ്, സഹായാഭ്യർത്ഥനയാണ്, പ്രാർത്ഥനയല്ല. എന്നാ കേട്ടോളൂ കുറച്ച് കാര്യങ്ങൾ. എന്താണെന്നറിയോ? പ്രാർത്ഥന തന്നെ അള്ളാഹു അല്ലാത്തവരോടാകാം എന്ന് മുസ്ലിയാക്കന്മാർ പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് കുഫ്ര. അത് കുഫ്ര എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കാഫിറാക്കിയേ എന്ന് പറയണ്ട. അത് ശിർക്കാണ്. ഞങ്ങളെ മുശ്രിക്കാക്കിയേ എന്ന് പറയണ്ട. ആ പണി ശിർക്ക. നിങ്ങൾ എന്തോ ആയിക്കോളി, വേണമെങ്കിൽ ഒഴിവാക്കാം.
വേണമെങ്കിൽ ഒഴിവാക്കാം. എല്ലാ വാശിയും വീറും വൈരാഗ്യവും മാറ്റിവെച്ചുകൊണ്ട് യഥാർത്ഥമായ തൗഹീദിലേക്കും അഖീദയിലേക്കും പ്രാമാണികമായി വരാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ പരലോകം രക്ഷപ്പെടും. വാചക കസർത്ത് കൊണ്ടും മറുപടികൾക്ക് മറുപടിയായും ഖണ്ഡനങ്ങൾക്ക് ഖണ്ഡനമായും ആർക്കും എന്തും പറഞ്ഞുകൊണ്ടിരിക്കാം. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. ഇത് ഇസ്ലാമിന്റെ അടിത്തറയാ. ആ പ്രാർത്ഥന ഇസ്തിഗാസ എന്ന പേരിൽ നടത്തുകയും അത് പ്രാർത്ഥനയല്ല എന്ന് പറയുകയും ചെയ്താൽ അതൊരിക്കലും ന്യായീകരണമാവുകയില്ല. കേട്ടോളൂ, പ്രാർത്ഥിക്കാം എന്നു തന്നെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, ഓരോന്ന് കെട്ടിവെച്ചോളൂ. ഒന്ന്, ഫതാവ മുഹയ്യസുന്ന, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, 2ാം വാള്യം 38ാമത്തെ പേജ്. ഞാൻ അന്നാ തങ്ങൾ വായിച്ച പോലെ അതിലങ്ങനുണ്ട്. ജൂതന്മാരുടെ പാരമ്പര്യം, ജൂതന്മാരുടെ ആശയം പ്രചരിപ്പിക്കാൻ വന്ന വഹാബികൾ 1985 അൽമനാർ പേരാണ് പോവുകയല്ല. അതിവിടെ വായിച്ച് കേൾപ്പിച്ചു തരിക. ഞങ്ങൾ വിളിച്ചു അൽമനാറില് ഇതാ എഴുതി വെച്ചിട്ടുണ്ട്, സ്വഹാബികൾ ജൂതായുസം പ്രചരിപ്പിക്കുന്നവരാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ ലേഖനം ഞങ്ങൾക്കൊന്ന് കാണണം. ഞാൻ ഇവിടുത്തെ പ്രവർത്തകന്മാരെ വിളിച്ച് ആവശ്യപ്പെട്ടു, നിങ്ങൾ തങ്ങളെ വീട്ടിൽ പോകണം, ആ ലേഖനം വാങ്ങണം, അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കോപ്പി എടുത്ത് കൊണ്ടുവരണം. അത്ര തെറ്റ് ഒരു അൽമനാറിൽ വരാൻ പാടില്ലല്ലോ. തെറ്റന്നെയാണ് അത് വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരണം. ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവര് ബന്ധപ്പെടാൻ ശ്രമിച്ചു. വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചു. ആ വാട്സപ്പിലെ മെസ്സേജ് ഉസ്താദ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ മറുപടി കിട്ടിയിട്ടില്ല. ഫോൺ വിളിച്ചു, ഫോൺ പോലും അദ്ദേഹം എടുത്തിട്ടില്ല. വിളിച്ചില്ല, നാട്ടുകാർ വിളിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. വിളിച്ചപ്പോൾ എടുത്തിട്ടില്ല എന്നും പറഞ്ഞു. അങ്ങനെ പകുതി മുറിച്ച് വായിച്ചു പോവുകയല്ല, ഇത് മുഴുവൻ വായിക്കുക. നിങ്ങൾ എന്താ പറഞ്ഞത്? ഇസ്തിഗാസയെ പറ്റുള്ളൂ ഔലിയാക്കന്മാരോട്. അത് ഇസ്തിഗാസയാണ്, അത് പ്രാർത്ഥനയല്ല. മുജാഹിദീങ്ങൾ രണ്ടും കൂട്ടിക്കുവാക്കാണ് നല്ല നിങ്ങൾ ആരോപണം. എന്നാ കേട്ടോ, മുഹയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദ്രീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? കേട്ടോ, ഇസ്തിഗാസ നടത്താമോ എന്നല്ല. എന്താ ചോദ്യം? വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? ഉത്തരം അനുവദനീയമാണ്. എന്തായി? എന്നാ ചോദ്യത്തിൽ തെറ്റുണ്ടെന്ന് തിരുത്തി കൊടുത്തോ. നിങ്ങൾ അങ്ങനെയല്ല ചോദിക്കേണ്ടത്. ഇസ്തിഗാസ പറ്റുമോ എന്നാണ് ചോദിക്കേണ്ടത്. ഇവിടെ പ്രാർത്ഥന പറ്റുമോ എന്നാണ് ചോദ്യം. ശരിയല്ല എന്ന് പന്മള പറഞ്ഞോ? ഇല്ല. ചോദ്യത്തിന് ഉത്തരം എന്താണ്? അനുവദനീയമാണ്. ഖുർആനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ആയത്തുനിന്ന് കൊണ്ടുവരുമോ? പ്രാർത്ഥിക്കാം അല്ലാഹു അല്ലാത്തവരോട്, പ്രാർത്ഥിക്കാം മഹാത്മാക്കളോട്, പ്രാർത്ഥിക്കാം ഔലിയാക്കളോട്. കൊണ്ടുവരൂ ആ ആയത്ത്. അടുത്ത തവണ വരുമ്പോ ഇൻഷാ അല്ലാഹ് അതിന്റെ തഫ്സീറുകൾ വെച്ച് അടുത്ത തവണ എനിക്ക് വീണ്ടും വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ അവസാനിച്ചില്ല, കൊട്ടപ്പുറം സംവാദം നടക്കുകയാണ്. അപ്പൊ AP അബ്ദുൽ ഖാദർ മൗലവി ഒരു ചോദ്യം AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരത്തോട്. എന്താ ചോദ്യം? അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു ഉദാഹരണം കാണിക്കാമോ? അത് പറ്റൂന്ന് പറഞ്ഞപ്പോ, അത് അനുവദനീയമാണെന്ന് പറഞ്ഞപ്പോ, എന്നാൽ ഖുർആനിൽ നിന്ന് ഒരു ഉദാഹരണം കാണിക്കാമോ? ആ ചോദ്യത്തെ കുറിച്ച് OM തരുവണ കൊട്ടപ്പുറം സംവാദത്തെ കുറിച്ച് പുസ്തകം എഴുതി. ആ പുസ്തകത്തില് പറയാണ്, എന്താ പറയുന്നത്? അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആനിൽ കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ മറ്റൊരു വാശി. AP അബ്ദുൽ ഖാദർ മൗലവിന്റെ വാശി പറയാണ്, ഖുർആനിൽ നിന്ന് കാണിക്കണം അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന. മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഖുർആൻ കൊണ്ട് തന്നെ AP സ്ഥാപിച്ചപ്പോൾ അവിടെയും മൗലവി മുഖം കുത്തി. മുട്ടുകുത്തി എന്നൊക്കെ പറയല്, ഇത് മുഖം കുത്തി എന്നാണ്, മലയാളമാണ്, കുഴപ്പമൊന്നുമില്ല. എന്താ പറഞ്ഞ്? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് ഖുർആൻ കൊണ്ട് AP സ്ഥാപിച്ചപ്പോൾ. അപ്പൊ നിങ്ങൾ എന്താ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? നാട്ടുകാരെ, സാധാരണക്കാരെ, നിങ്ങൾ ചിന്തിച്ചോളി. ആരും ഒന്നും ഇവിടെ തരണ്ട, 5 പൈസന്റെ ആവശ്യമില്ല. 50,000 ആദ്യം ചെക്ക് ചെയ്ത് ഒപ്പിട്ട വയറല്ലത്, അതല്ല, അതിന്റെ ആവശ്യമില്ല. ഇതിന് ഇലക്ഷൻ വരിക, അങ്ങോട്ട് ഇറങ്ങുക, അതുമല്ല, ഒരു സ്ഥാനാർത്ഥി നമ്മുടെ ഭാഗത്തുനിന്നില്ല. ഇതുണ്ടല്ലോ, ഇന്ന് മരിച്ചാൽ